വീണ്ടും ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. വലഞ്ഞ് നാട്ടുകാരും വിദ്യാർത്ഥികളും. ബസ്സുകൾ റൂട്ടിൽ സർവീസ് നടത്തുന്നതിനിടയിൽ ഓട്ടോക്കാർ സ്റ്റോപ്പുകളിൽ നിന്നും ആളെ കയറ്റി പോകുന്നുവെന്ന മുൻ പരാതി തന്നെയാണ് സ്വകാര്യ ബസ് ജീവനക്കാർക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെയോടെ ഗേൾസ് ഹൈസ്കൂളിന് സമീപം നാലുമുക്കിലെ ഓട്ടോക്കാരും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് സ്വകാര്യ ബസ്സുകളെ ഓട്ടോക്കാർ തടഞ്ഞിട്ടതായി ബസ് ജീവനക്കാർ പറയുന്നു. എന്നാൽ യാത്രക്കാർ സവാരി വിളിച്ചതിനെ തുടർന്നാണ് പോയതെന്നും ബസ് ജീവനക്കാർ ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയുമാണെന്നാണ് ഓട്ടോറിക്ഷക്കാരുടെ പക്ഷം. സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം വിളിച്ച വണ്ടിയാണ്. ഓട്ടം വിളിച്ച് താഴോട്ട് പോയപ്പോൾ ബസ് കുറുക്കിട്ട് ചീത്ത വിളിച്ച ഡ്രൈവറെ അടിക്കാൻ പിടിച്ച് ആ വണ്ടി ചെറിയ ഓട്ടം പോയി തിരിച്ച് നമ്മൾ തടഞ്ഞെടുത്ത് സംസാരിച്ചതാണ്. കാരണം നടന്നില്ല. കാർത്തിക് ഓട്ടം വിളിച്ച വണ്ടിയായിരുന്നു. ഓട്ടം വിളിച്ച വണ്ടി രണ്ടുപേരും കയറിയതാണ്. താഴോട്ട് ജസ്റ്റ് പോയുള്ളൂ സ്റ്റാൻഡിൽ നിന്ന്. പാസഞ്ചർ പറഞ്ഞിട്ടുണ്ട് ഓട്ടം വിളിച്ച വണ്ടിയാണ്. ആയിട്ടാണ് അവന്മാർ അത്രയും ഇതായിട്ട് ചെയ്തത്. അത് ബസ് സ്റ്റോപ്പല്ല, യുവമാരെ കാരണം അവിടെ ഭയങ്കര ബ്ലോക്കാണ്. ആ വളയനന്റെ അവിടെ ബസ് ഇട്ടേക്കണത്. ഒരുപാട് ആക്സിഡന്റ് ആയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളെല്ലാം ആയിട്ടുള്ളതാണ്. ഈ ഇടയ്ക്ക് തന്നെ ഒരു അംഗവൈകല്യമുള്ള ഒരാളെ ഇത് കണക്ക് ഇറങ്ങാൻ താമസിക്കുന്നു, പിടിച്ചു തള്ളി അങ്ങനെ വീണ് അങ്ങനെ വിഷയമുണ്ടായ കേസുകളെല്ലാം ഉണ്ടായി. സ്കൂട്ടിയെ കൊണ്ട് ഒറ്റയടി ബസ് കൊണ്ടു നടക്കണം. അവൻ നെഞ്ചരിച്ച് 3 ദിവസമായുള്ളൂ. ഈ ബസ്സുകാരക്കാരൻ ഒരു നിവൃത്തിയിൽ വണ്ടി നിർത്തി പാർക്ക് ആവർക്കാക്കുന്നു. ബസ്സുകാരാണ് ഏറ്റവും കൂടുതൽ ഒൻവേ കട്ട് പോയിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഇടയിൽ ഇന്നലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗോകുലം സ്റ്റാൻഡ് അപ്പുറത്ത് റിട്ടേൺ ആളെടുത്തെന്നുള്ളതാണ് അവർ പറയുന്നത്. സ്റ്റാൻഡിൽ നിന്നാണ് ആളെടുത്തത്. സ്റ്റാൻഡിൽ കയറിയ ആളിനെ സീനിയാരിറ്റി വണ്ടിയിലെ ആള് കയറിയാണ് എടുത്തോട്ട് പോയത്. അവർക്ക് ആ കടയിൽ നിന്ന് സാധനം മേടിക്കണം. വേളാക്കുടി വരെ പോയി 2 ചട്ടി മേടിച്ചിട്ട് അവരെ കൊല്ലമ്പുഴ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഇവൻ കൊണ്ടുവന്ന് ഉറപ്പ് വെച്ചിട്ട് ചാടി ഇറങ്ങി അതിൻ്റെ ബലപ്രയോഗം. സംഘർഷത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ വലിയകുന്ന് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണിമുടക്കിൽ ബസ് ജീവനക്കാർ നഗരത്തിൽ പ്രകടനം നടത്തി. രാവിലെ സ്കൂളിലും മറ്റും പോയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ തിരിച്ചു വീട്ടിലെത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണിമുടക്ക് മാറ്റാനോ പിൻവലിക്കാനോ അധികൃതർ ആരും തന്നെ തയ്യാറാകാത്തതിൽ ജനരോക്ഷം കടുത്തിരുന്നു. സമരം പെട്ടെന്നുണ്ടായതാണ്. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത്. ഇത് ഞങ്ങൾക്ക് സമയത്ത് വീട്ടിലെത്താനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എല്ലാം ട്യൂഷൻ പഠിക്കുന്നതായിരുന്നു. അപ്പോഴാണെങ്കിൽ ഇവിടെ സ്ട്രൈക്കെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ബസ്സൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ തന്നെ 5 തെങ്ങ് ബസ് റെയറായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോഴാണ് ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞതിന് ശേഷം എങ്ങനെ പോകണമെന്ന് പറഞ്ഞ് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ കഷ്ടത്തിലാണ്. നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വീട്ടിൽ പോകാതെ വിഷമിക്കണം. കാരണം നമ്മളോട് ആണുങ്ങൾ പോലും ഇവിടെ ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യും പേടിച്ചാണ് അവിടെ നിൽക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് സ്വകാര്യ ബസ് ജീവനക്കാരനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് നടന്നത്. ഒരു 10-12 വർഷം കൊണ്ട് ബസ് സർവീസ് നടത്തുന്നതിന് പക്ക റൂട്ട് വേഗത അടിച്ചു. ആ സമയം തൊട്ട് ഈ പാരലൽ സർവീസായിട്ട് ഓട്ടോകൾ ട്രിപ്പ് അടിക്കുന്നതിനെ കുറിച്ച് വ്യാപകമായിട്ട് എല്ലാ സ്റ്റേഷനിലും ആർട്ടിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. നാളെ ഇതുവരെ യാതൊരുവിധ നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഈ സമാന്തര സർവീസ് നടത്തുന്ന വണ്ടികൾക്ക് അതനുസരിച്ച് ലാഭമുണ്ട്. അവരൊരു ലോബിയായിട്ട് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബസ് സർവീസ് അങ്ങനെയല്ല. ബസ് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് എല്ലാ സർവീസും നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൊഴിലാളികളുടെ അവരുടെ ജോലിക്ക് സ്വത്തിന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് ഈ ഓട്ടോക്കാർ ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നതിന് അവരോട് സംസാരിക്കേണ്ടതുണ്ട്. അത് അവർക്ക് തിരിച്ചവരെന്ന് പറയുന്നത് വെട്ടിക്കൊല്ലാനും കൂട്ടം കിടന്ന് ആക്രമിക്കാണ് ശ്രമിക്കുന്നത്. സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ പരാതി കൊടുക്കാനോ അല്ല RTC എന്ന് പറയുമ്പോൾ അവർ അതിനൊരു നിയമപരമായിട്ടൊരു നടപടി എടുക്കാൻ തയ്യാറാകും. ഓട്ടോക്കാർക്കെല്ലാം ഒരു പരിരക്ഷയുണ്ട്. ബസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാത്തരും ആർക്കും എപ്പോഴും കയറി അടിക്കാവുന്നൊരു വെട്ടിക്കൊല്ലാവുന്ന രീതിയിലാണ് കാണുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഈ ബസ്സിനെതിരെ നിരന്തര ആക്രമണം നടക്കുന്നത്. 2 ആഴ്ച മുമ്പാണ് എന്നെ രാത്രി പമ്പിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. 2 ആഴ്ചയായപ്പോൾ അടുത്ത ഒരു ബസ് തൊഴിലാളിയുടെ ബസ്സിൽ കയറി അടുത്ത് അടിക്കാൻ ശ്രമിച്ചേക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ സ്ഥിരമായിട്ട് നിയമത്തിന്റെ ഭാഗത്ത് ഒരു ശക്തമായ നടപടി ഇല്ലാത്തത് കൊണ്ടാണ് സമാന്തര സർവീസ് നടത്തുന്നത്. ഇത് സമാന്തര സർവീസ് ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാ ആൾക്കാരും അല്ല. ഈ 5 നിന്ന് മീൻ ചെരുവം കയറ്റിക്കൊണ്ടിരുന്ന വണ്ടികൾ തിരിച്ചു പോകുമ്പോൾ ആളെടുത്തുകൊണ്ട് പോകും. അത് കണക്ക് തന്നെ സ്റ്റാൻഡിലോടാതെ ഈ സമാന്തര സർവീസിന്റെ ബസ്സിന് ട്രിപ്പ് എടുത്ത് അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ ആക്രമണത്തിന് പോകുന്നത്. സ്റ്റാൻഡിൽ കിടന്ന് മര്യാദ കിടന്ന് ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഈ അനാവശ്യമായിട്ട് സമാന്തര സർവീസ് നടത്തുക, ഈ മീൻ കച്ചവടത്തിന് മേലെ ലഹരി കച്ചവടം നടത്തുക, ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഏത് കഞ്ചാവിൻ്റെ പിടിച്ചു നടത്തുന്നുണ്ടോ അതെല്ലാം ഈ മീൻ വിൽപ്പന മറവിലാണ് വന്നിട്ടുള്ളത്. ഈ മീൻ കൊണ്ടുവന്ന ചരുവം ചെക്ക് ചെയ്യാറില്ല. ആ ചരുവത്തിനകത്ത് എന്താണ് കൊണ്ടുവന്ന് ആർക്കെങ്കിലും അറിയാമോ? അത് പിക്കപ്പിൽ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ പാസഞ്ചർ വണ്ടിയുടെ അകത്തിരുന്നിട്ട് അവർ എന്താണ് എടുത്ത് കൊടുക്കുന്നത് ആർക്കും കാണാൻ പറ്റില്ല. അനധികൃതമായിട്ടാണ് ഈ മീൻ വണ്ടിയിൽ പാസഞ്ചർ വണ്ടിയിൽ മീൻ ചെരുവം കയറ്റിക്കൊണ്ടിരുന്നത്. അത് നിർത്താനുള്ള നടപടി ഉണ്ടാക്കണം. അത് പിക്കപ്പിലാക്കണം. ഈ ബസ് സർവീസിന്റെ ഫ്രണ്ടിൽ ട്രിപ്പ് അടിക്കുക അങ്ങനെ നിർത്തുകയാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരും. അത് ചെയ്യാനുള്ള RTO ഉദ്യോഗസ്ഥരാണ്.
അവർ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൂടി പോകുന്നത്. ബസ്സുകാർ അതിനെതിരെ സംസാരിച്ചാൽ അന്ന് രാത്രി അവരെ വീട്ടിൽ വാളും വെട്ടോത്തിയായിട്ട് വരും, അല്ലെങ്കിൽ വണ്ടി ഒതുക്കുന്നിടത്ത് വരും, അല്ലെങ്കിൽ വണ്ടി കയറി അടിക്കും. ഇതിന് തീരുമാനം ഉണ്ടാകണമെങ്കിൽ RTO ഉദ്യോഗസ്ഥർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം. എഫിഷ്യൻ്റായിട്ട് അവരെ അനധികൃത സർവീസിൽ നിർത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. പോലീസ് കേസെടുക്കുന്നുണ്ട്. പിന്നെ അവർക്കൊരു പരിമിതി ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം രൂക്ഷമാവുന്നത്. ബസ് ജീവനക്കാർ RTO ഓഫീസിലെത്തുകയും അനധികൃതമായി ഓടുന്ന ഓട്ടോക്കാരെ നിരീക്ഷിക്കുമെന്നും നടപടി കൈക്കൊള്ളുമെന്നും RTO ഉറപ്പ് നൽകിയതോടെയാണ് സമരം പിൻവലിച്ചത്. കാർത്തിക് എന്ന് പറയുന്ന ബസ് അതിന്റെ മുൻപേ ആള് കയറ്റി പോയ ആള് കയറ്റി പോയതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ബസ്സിലെ ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ വണ്ടിക്കകത്ത് കയറി അടിക്കുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടുകയും പോലീസ് ശക്തമായ നടപടി എടുക്കാത്തതിൻ്റെ ഭാഗമായി നമ്മൾ സമരത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ RTO ഓഫീസിൽ വന്ന് ഈ ആട്ടോ ട്രിപ്പ് അടിക്കാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് ആട്ടോ ഇനി ട്രിപ്പ് അടിക്കില്ല എന്നും മറ്റ് കാര്യങ്ങളും പോലീസും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കൾ അവർ ഈ ട്രിപ്പ് അടിക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് വിട്ട് ട്രിപ്പ് അടിക്കുന്ന അവരെ ഏത് യൂണിയനിൽപ്പെട്ടായാലും അവർ പറഞ്ഞു വിലക്കി ഈ പ്രൈവറ്റ് ബസ് തൊഴിലാളികളുമായിട്ട് ഒരു സംഘർഷത്തിലേക്ക് പോകരുതെന്ന് ഓട്ടോറിക്ഷയിലെ ചുമതലപ്പെട്ട തൊഴിലാളി യൂണിയൻ നേതാക്കൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അല്ലാത്ത ആട്ടോ തൊഴിലാളികളെ അവർ ഒറ്റപ്പെടുത്തേണ്ടതാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് പണിമുടക്കിലേക്ക് തൊഴിലാളികൾ പോയത്. തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന് കരുതി തന്നെയാണ് നമ്മളിന്ന് ബസ് പണിമുടക്കിലേക്ക് പോയത്. ഇന്ന് പണിമുടക്കിൽ പോയി RTO ആയിട്ട് സംസാരിച്ച് RTO ഉറപ്പ് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് ഓടാൻ താല്പര്യമുള്ള ബസ്സുകൾ ഓടാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവർ അവർ ഒതുക്കും. മിന്നൽ പണിമുടക്കിനെതിരെ കോടതി വിധി നിലനിൽക്കവെയാണ് ഇത്തരം സംഭവങ്ങൾ അടിക്കടി അരങ്ങേറുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ കഴിയാതെ ആറ്റിങ്ങൽ നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണെന്ന ആരോപണവും നിലനിൽക്കുന്നു. HP ന്യൂസ്, ആറ്റിങ്ങൽ.